കേരളം വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി നേരിടുമ്പോൾ പ്രവചനങ്ങളുടെ പരിമിതികൾ വീണ്ടും ചോദ്യമാകുന്നു. ജൂലൈ 31 രാത്രി 10 കാലാവസ്ഥാ വകുപ്പ് 7 ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയത്. ഓറഞ്ച് മുന്നറിയിപ്പ് പ്രകാരം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരുന്നു ഓറഞ്ച് മുന്നറിയിപ്പ്. എന്നാൽ രാത്രി 10 ശേഷം കാലാവസ്ഥ ആകെ മാറുന്നതാണ് കണ്ടത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ സ്ഥിതി ചുവപ്പിലേക്ക് പൊടുന്നനെ കയറിപ്പോയി. അതിതീവ്ര മഴയാണ് ഇവിടെ ഉണ്ടായത്. കേരള തീരത്ത് മേഘരൂപവൽക്കരണം ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകൾ പല ശാസ്ത്രജ്ഞരും കാലാവസ്ഥാ സൈറ്റുകളും നൽകിയിട്ടും ഈ പൊടുന്നനെയുള്ള മാറ്റം പ്രവചിക്കാൻ കഴിഞ്ഞില്ല. അർദ്ധരാത്രി 12 മണിയോടെ പത്തനംതിട്ട, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും ഇടുക്കിയിലും മഴ 200 മില്ലിമീറ്റർ എന്ന തോതിലേക്ക് ചൊരിഞ്ഞു. കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം പീരുമേടാണ് ഇതിൽ മുൻപൻ, 213 മില്ലിമീറ്റർ മഴ. തൊടുപുഴ രണ്ടാമത്, 212. പത്തനംതിട്ട കുരുടാമണ്ണ് സ്റ്റേഷൻ പരിധിയിൽ 162, കോന്നി 140, ഇടുക്കി 184, കോട്ടയം 133 എന്നിങ്ങനെ മഴ ലഭിച്ചു. സ്വയം നിയന്ത്രിത കാലാവസ്ഥാ സ്റ്റേഷനുകളിൽ നിന്നുള്ള കണക്കുകൾ ഇതിലും വലുതാണ്. ഇവരുടെ അളവനുസരിച്ച് പത്തനംതിട്ടയിലെ ലാഹയാണ് മുന്നിൽ, 248 മില്ലിമീറ്റർ. പത്തനംതിട്ട കോട്ടയം അതിർത്തിയിലെ വെൺകുറിഞ്ഞി 207, റാന്നി 191, തടിയൂർ 160 എന്നിങ്ങനെയാണ് മഴ. കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ, തെക്കേക്കര, തീക്കോയ് മേഖലകളിൽ നാശം വിതച്ചത് പീരുമേട്ടിലെ ശക്തമായ പെയ്താണ്. രാത്രി 10 ശക്തമായ മഴയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ 1-2 മണിക്കൂറിനകം ഇവിടെയൊക്കെ അതിതീവ്ര മഴയിലേക്ക് കാര്യങ്ങളെത്തി. അതായത് ചെറിയൊരു സമയം കൊണ്ട് ഒരു പ്രദേശത്ത് ഭീകരമായി മഴ ലഭിക്കുന്നു. ഇത് വലിയ നാശകാരിയാണ്. പീരുമേട് ബെൽറ്റിലെ കനത്ത മഴയാണ് ഈരാറ്റുപേട്ടയെ ഇതേവരെ കാണാത്ത നാശത്തിലേക്ക് എത്തിച്ചത്. 1958 ശേഷം ഇതാദ്യമായാണ് ഈരാറ്റുപേട്ട മേഖലയിൽ ഇത്ര വലിയ മഴയുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. മീനച്ചിലാറിൻ്റെ കൈവഴികളായ പൂഞ്ഞാർ, തീക്കോയ് എന്നിവയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ 6 സ്ഥലത്തും ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുണ്ടായി. ലാഹയിലെ വൻ പെയ്ത്തിൽ 218 ശേഷം ഒരിക്കൽ കൂടി റാന്നി തളർന്നുപോയി. പുലർച്ചെ 4:45 നൽകിയ മുന്നറിയിപ്പുകളിലാണ് കാര്യങ്ങൾ ചുവപ്പിലേക്ക് കയറിയത്. ഈ മാറ്റം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കളക്ടർ വെള്ളിയാഴ്ച രാത്രി തന്നെ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തേനെ. അവധി വന്നത് ശനിയാഴ്ച പുലർച്ചെ. ജില്ലാ ഭരണകൂടത്തിനും കാലാവസ്ഥാ മാറ്റത്തിന് കാര്യമായ മുന്നറിയിപ്പുകൾ കിട്ടിയിരുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. എൽനിനോ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ചെറിയൊരു സമയത്തിനുള്ളിൽ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് കൂമ്പാര മേഘരൂപവൽക്കരണവും മറ്റുമുണ്ടായി അതിതീവ്ര മഴ സംഭവിക്കാം. ഇത് ഏത് സമയവും നാം പ്രതീക്ഷിക്കണമെന്നാണ് ശാസ്ത്ര സമൂഹം പറയുന്നത്. ഇത്തരം പൊടുന്നനെയുള്ള മാറ്റങ്ങളിൽ പ്രവചനം പറ്റില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്.